ഹായ് കൂട്ടുകാരെ, ഹൈ പ്രൈസ് ലോർഡ്. നമുക്കെല്ലാം കർത്താവ് ഒരായുസ് വെച്ചിട്ടുണ്ടല്ലേ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനാ ഒരു കൈത്തിരിപ്പോൾ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരിപ്പോൾ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഇന്ത്യക്ക് വേണ്ടി എരിഞ്ഞടങ്ങിയ അനേക ഭക്തന്മാരുണ്ട്. അവരൊക്കെ ഇന്ന് നിത്യതയിൽ പ്രകാശിക്കുകയാണ്. ഇന്നും എന്തിനും തയ്യാറായി നിൽക്കുന്ന അനേക ഭക്തരെ നമുക്ക് കാണാം. അവർ കർത്താവിനെ സ്നേഹിക്കുന്നു. അവർ നിന്ദകളും പഴികളും ദുഷികളും കർത്താവിൻ്റെ നാമത്തിൽ സാരമില്ല എന്നവർ എണ്ണുന്നു. അവർ പാടുന്നു, ജീവനെ ത്യജിച്ചതാം രക്തസാക്ഷി സംഘത്തിൽ ആയുധത്തെ ഏന്തി നാമയോധനം ചെയ്തിടണം. ആയുധത്തേന്തി നാമയോധനം ചെയ്തിടണം. പദം പദം ഉറച്ചു. അതെ, അവരെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മാത്രമല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ നമുക്ക് തുടരാം. പ്രിയ കൂട്ടുകാരെ, പോൾ തിമോത്തിയും ഫിലിപ്പും മാതാവിൻ്റെയും പിതാവിൻ്റെയും ചേച്ചിയുടെയും കൂടെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചു. അവർ കർത്താവിനായി പാടി. കുഞ്ഞു കൂട്ടുകാരൊത്ത് അവർ കളിച്ചു. എന്നാൽ അവർ ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലാണ്. ഒരു നാൾ നാം അവരെ കാണും. അതെ, നീതിമാന്മാരായ സിദ്ധന്മാർ, ജീവനും വേറുത്ത വീരന്മാർ, വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിയിടുമേ. അതെ, നമുക്കും പാടണം. അതിനായിട്ട് നമുക്ക് ജഡമോൻ കൺമോൻ ജീവനത്തിൻ്റെ പ്രതാപമൊക്കെ വിട്ട് കഷ്ടതയിലും നഷ്ടത്തിലൊക്കെയും ശക്തിയോടെ നമ്മുടെ കർത്താവിനായി മുമ്പോട്ട് പോകാം. നമ്മുടെ ഇന്നത്തെ വാക്യം യോഹന്നാൻ 16:33. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ 16:33. കാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത പാതലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയ ആകാശം പേർവിളിക്കും നേരം കാണും ഗ്രഹാമങ്ങളും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും. നാമത്തിൽ ഇന്ത്യക്ക് വേണ്ടി തിളങ്ങി വിളങ്ങി എരിഞ്ഞടങ്ങിയ സ്റ്റാറുകളാണ് ഗ്രഹാം സ്റ്റെയിൻസ്, തിമോത്തി മക്കൾ, ഫിലിപ്പ്. ഓസ്ട്രേലിയയിൽ നിന്ന് ദൈവനിയോഗപ്രകാരം കടന്നു വന്ന അവരുടെ ജീവനും അവരുടെ സമ്പത്തും സർവ്വതും യോറീസ മണ്ണിൽ ഒഴിഞ്ഞു വെച്ച് കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങിയ സ്റ്റാറുകൾ. പ്രിയ ഗ്ലാഡിസ് ആൻറ്റി തന്നെ ഉപദ്രവിച്ചവരോട് പറഞ്ഞ് അവരോട് ക്ഷമിച്ചിരിക്കുന്നെന്നാണ്. ആ ഒരു അഭിമാനം ഇന്നും എന്നും നമുക്കുണ്ട്. എസ്തർ മോൾ, 5 കുഞ്ഞുങ്ങൾ, ആ കുടുംബം പ്രാർത്ഥനയിലോർക്കുക. ഗ്ലാഡിസ് ആൻറ്റിയുടെ ആരോഗ്യവും ബലവും ക്ഷേമമൊക്കെയും ഇനിയും കർത്താവിനായിട്ട് ഉയരട്ടെ. അവരായിരിക്കുന്നിടങ്ങൾ കർത്താവിന് വേണ്ടി ആയിരിക്കട്ടെ എന്ന് നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ഇവരുടെ നില സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ ഇനിയും കേൾവിയിലൂടെ അനേക ആത്മാക്കൾ ഉടലെടുക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹിമപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു.